അപ്പം നമ്മൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ചിക്കൻ കറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഐസായിരുന്നു, അത് അഴിച്ച് വെള്ളം ഇട്ട് വെച്ചു. അപ്പോൾ വേറെ കഞ്ഞി കുക്കറിനകത്ത് ആയിരുന്നു. അപ്പോൾ കഞ്ഞി വാർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ കഞ്ഞി വാർത്ത് വെച്ചു. അപ്പം ഞങ്ങൾ ചിക്കൻ ഐസ് മാറ്റാൻ വേണ്ടി വെള്ളം നദിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സവോളയും എല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ കുക്കുടെ കളിപ്പാട്ടം കൊണ്ട് നടക്കുക, ട്രോഫിയുടെ സ്റ്റിക്കർ കൊണ്ട് നടക്കുക കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സവോളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിയുമായിരുന്നു. ചിക്കൻ ഇന്നലെ മേടിച്ചത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു, ഐസായിരുന്നു. അപ്പം ഐസ് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ കഴുകി എടുത്തു. 5-6 പ്രാവശ്യം കഴുകി. അതിന് നല്ലപോലെ എല്ലാം വേസ്റ്റെല്ലാം കളയണമല്ലോ. അപ്പം അതിൻ്റെ വേസ്റ്റെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ നമ്മൾ സവോള എടുത്തിട്ട് 2 സവോള എടുത്തു. 1 കിലോ ചിക്കനായിരുന്നു. അപ്പോൾ 2 സവോള എടുത്തിട്ട് കട്ടി കുറേ നല്ലപോലെ അരിഞ്ഞു വെച്ചു. പിന്നെ സവോള കഴിഞ്ഞിട്ട് തക്കാളി എടുത്തു, 1 തക്കാളി അതും കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞു. പിന്നെ 2 പച്ചമുളക് എടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് എടുത്തു. നാരങ്ങയോട് ചുമ്മാ വെച്ചേക്കുന്നതാ. പിന്നെ കുക്കറിനകത്ത് വെക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ കുക്കറിനകത്ത് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് സവോള ഇട്ടു. സവോള ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ ഇച്ചിരി ഉപ്പിട്ടാൽ പെട്ടെന്ന് അത് ഗോൾഡൻ ബ്രൗൺ ആകും. അതിന് ഉപ്പിട്ടിട്ട് ഞങ്ങൾ നല്ലപോലെ അത് ഇളക്കി. അപ്പം ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മുകളിൽ 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇളക്കി. അപ്പോൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് തക്കാളി ആഡ് ചെയ്തു. അപ്പോൾ തക്കാളി ഇച്ചിരി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ അമ്മ കൊറിയൻഡർ ലീവ്സ് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് ഇളക്കി. കൊറിയൻഡർ ലീവ്സ് ഒക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും വരുന്നത് അതിടുമ്പം. അപ്പോൾ അതെല്ലാം ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കോഴി മസാല അതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി നല്ലപോലെ ഇളക്കി മിക്സാക്കി. അതെല്ലാം മിക്സായി കഴിഞ്ഞിട്ട് നമ്മൾ ഇറച്ചിയുടെ കഷ്ണങ്ങൾ ഇച്ചിരിയായിട്ട് ഇട്ട് ഇളക്കി. നല്ലപോലെ ഇളക്കി എല്ലാ മസാല എല്ലാ സ്ഥലത്തും പാകത്തിനായി കഴിഞ്ഞിട്ട് നമ്മൾ അത് അടച്ച് മൂടി വയ്ക്കുക. അതിന് മുമ്പ് നമ്മൾ ഇച്ചിരി ബട്ടർ ഇടും. ബട്ടർ ഇട്ട് നമ്മൾ ഇച്ചിരി ടേസ്റ്റ് കിട്ടും. അതാണ് ഇച്ചിരി ബട്ടർ അതിനകത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സായി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഇടും. വെള്ളം അത്യാവശ്യം എത്ര നമുക്ക് വേണ്ട അതനുസരിച്ച് ഇട്ടിട്ട് നമ്മളത് മൂടി വയ്ക്കും വിസിലിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കുക്കോടെ മണത്തോടെ നടക്കുന്നുണ്ട്. വേഗം ആയോ എന്ന് അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു വെച്ചാൽ സമയം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് അവിടെ ഇരിക്കുക. അപ്പോൾ വിസിലെല്ലാം എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 3-4 വിസിലടിച്ചായിരുന്നു. അതുകൊണ്ട് നല്ല ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പം നമ്മളത് ചട്ടിയിലോട്ട് മാറ്റി. ചട്ടി ചൂടാക്കി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ആ ചിക്കൻ മാറ്റി. ഉള്ള ചിക്കൻ എല്ലാം കുക്കറിൽ നിന്ന് എടുത്ത് ചട്ടിയിലോട്ട് ഇട്ടു. അപ്പോൾ ഇളക്കി ഇച്ചിരി അതിനകത്ത് കൂടെ വേവാൻ വെച്ചു. നല്ലൊരു തിളയൊക്കെ വരട്ടെ എന്ന് ഓർത്ത് അതിനകത്ത് വെച്ചു. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം എല്ലാം ആയി റെഡിയായി. ഓക്കെ, ടാറ്റാ, ബൈ.